ഞാനൊരു 2 വർഷം മുന്നേ റഫീഖ് എന്ന് പറഞ്ഞ കറുകപ്പത്തൂരുള്ള റഫീഖ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു. അവർ എന്താണ് എൻ്റെ ഒരു 8 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അതിൽ ഞാനൊരു ഷൊർണൂർ ബേക്കറി കൂൾ ബാറിൽ വെച്ച് പരിചയത്. അപ്പോൾ എൻ്റെ നമ്പർ മേടിച്ചു. റഫീഖിൻ്റെ നമ്പർ ഞാനും വാങ്ങി. അങ്ങനെ പരിചയമായി. പിന്നെ എന്താണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സ്ഥലങ്ങൾ കാണിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കൂടുതൽ സ്ഥലം വിൽക്കണ്ടായിരുന്നു അമ്മയുടെയൊക്കെ ചേലക്കരയിൽ. അതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ആൾക്കാരോട്. അങ്ങനെ പരിചയമായി നിൽക്കുന്ന സമയത്താണ് എൻ്റെ കടയുടെ എനിക്ക് ഷോപ്പുണ്ട്, അതിൻ്റെ പണി നടക്കുമായിരുന്നു. അപ്പോൾ ആ കടയുടെ പണി നടക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് റഫീഖ് ഇതിനുള്ളിലേക്ക് കയറി വരികയും എന്നിട്ട് ഞാനിങ്ങനെ ദാഹിച്ചിട്ട് പോയി വെള്ളം മേടിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു 7-അപ്പോ പെപ്സി കുപ്പി 7-അപ്പിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. അത് തന്നത് കുടിച്ചോ, ഞാൻ കൊണ്ടുവന്നാൽ പറഞ്ഞിട്ട് അത് തന്നു. ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പം എന്താണ് എനിക്ക് ബോധം ഒരുമാതിരി അവസ്ഥയിലേക്ക് എത്തി. അതായത് ഡ്രിങ്ക്സൊക്കെ അതിൽ എന്തോ ഡ്രിങ്ക്സ് സംഭവം മിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യും കാലൊക്കെ കുഴഞ്ഞ് ആകെ ഞാൻ അവശതയിലെ. ആ സമയത്ത് റഫീഖ് ഒരു ഷട്ടർ താഴ്ത്തി എന്നെ ബലാത്സംഗം ചെയ്തു. അതായത് എന്നെ അവൻ യൂസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവന് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റഫീഖ് പറഞ്ഞു, ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പിന്നെ എന്താണ് ഇത് കേസ് കൊടുക്കരുത്, അല്ല പുറത്തൊന്നും അറിയരുത്, പ്രശ്നമാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഭർത്താവില്ല, എല്ലാ കാര്യങ്ങളും അവന് നേരത്തെ അറിയുന്നതാണ്. ഒരു വർഷം 5-6 മാസം 7 വർഷം 1 വർഷത്തിൻ്റെ അടുത്ത് പരിചയമായിരുന്നു. അപ്പോഴേക്കും അവൻ എൻ്റെ എല്ലാ വീട്ടിലെ അവസ്ഥകളും എല്ലാം അറിയായിരുന്നു. 2 പിള്ളേരുണ്ട് എനിക്ക്, എല്ലാ കാര്യങ്ങളും അറിയാം. ഭർത്താവ് ഡൈവോഴ്സാണ് എന്നെല്ലാം അറിയാം. അപ്പോൾ ഞാനും ചോദിച്ചു, ഇനിയിപ്പോൾ ഇവൻ എന്നെ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് റഫീഖിനെ തന്നെ കല്യാണം കഴിക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവന് ഭാര്യയില്ല, കുട്ടികളൊന്നുമില്ല, പിന്നെ കുട്ടികളൊന്നും ഉണ്ടാവില്ല, നിൻ്റെ മക്കളെ ഞാൻ എൻ്റെ മക്കളെപ്പോലെ നോക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നീട് അവൻ ഇടയ്ക്കിടയ്ക്ക് വരും നിർബന്ധിച്ചിട്ട്, പിന്നെ അവൻ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ റഫീഖിനെ 2 വർഷത്തോളം വിശ്വസിച്ചു. ഒരു 5-6 മാസം മുന്നായിട്ട് റഫീഖ് എന്നിൽ നിന്ന് അകന്നു പോകാനോ എന്താണെന്ന് അറിയില്ല, അവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ വാക്കൊക്കെ തെറ്റിച്ചു. അപ്പോഴാണ് പറയുന്നത് അവന് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ ബ്രൗൺ ഷുഗർ കേസിൽ ജയിലിൽ കിടന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്നെ ഇതൊന്ന് പിന്തിരിപ്പിക്കാനോ അവനെ വെറുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അന്വേഷിച്ച് നോക്കുമ്പോൾ സംഭവം സത്യം തന്നെയായിരുന്നു. റഫീഖ് 4 മാസം ബ്രൗൺ ഷുഗർ കേസ് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ ഏതൊരു പയ്യനെ തല്ലിയെന്ന് പറഞ്ഞിട്ട് ആ കേസ് നടക്കുകയാണ്. അതൊക്കെ എന്തെങ്കിലും ആയിട്ട് ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അത്രയും ദിവസങ്ങൾ നീട്ടി കൊണ്ടുപോയിരുന്നു. അപ്പം എൻ്റെ അച്ഛനോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇങ്ങനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ടായിരുന്നു, സ്വന്തത്തിലെല്ലാവരും എടുക്കും. അപ്പോൾ അങ്ങനെ പിന്നീട് റഫീഖ് ഇങ്ങോട്ട് എന്നെ ഒഴിവാക്കാനായിട്ട് അവൻ്റെ ഫ്രണ്ട്സുകൾക്ക് നമ്പർ കൊടുക്കാൻ തുടങ്ങി എൻ്റെ. അതായത് എന്നെ എന്താ അവൻ്റെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിന്നപ്പോൾ ഞാൻ അത് അവനോട് എതിർക്കാൻ തുടങ്ങി. ഫോൺ നമ്പർ കൊടുക്കുക, പരിചയമില്ലാത്തവർ എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുക, മോശങ്ങളായി പറയുക, പിന്നെ ഷോപ്പും കടയും കൂടി ഒന്നിച്ചാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരിക, പാതിരാ സമയത്തൊക്കെ കയറി വരിക, അങ്ങനെയൊക്കെ ഷട്ടറും തട്ടുക, പിന്നെ അങ്ങനെയൊക്കെ ആയി. പിന്നെ അവസാനം റഫീഖിനോട് ഇതിനെ പറ്റി ചോദിച്ചു വഴക്കൊക്കെ ആയപ്പോൾ റഫീഖ് പറഞ്ഞു അവൻ്റെ ജയിൽ മേറ്റ്സുകളെയും കൊണ്ട് എൻ്റെ കടയിലിട്ട് എന്നെയും എൻ്റെ കുട്ടികളൊക്കെ കൂടി കത്തിക്കുമെന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. അങ്ങനെയൊക്കെ ആയി. പിന്നീടും ആ പ്രശ്നങ്ങൾ കൂടുതലായപ്പോൾ ഞാൻ അവനൂടെ റഫീഖും കൂടെ വഴക്കും പ്രശ്നങ്ങളും ആയ സമയത്ത് റഫീഖ് പറഞ്ഞു നിൻ്റെ കടയിൽ ഞാൻ കഞ്ചാവ് ബ്രൗൺ ഷുഗർ കൊണ്ടുവന്ന് വെച്ചിട്ട് നീ എന്താണ് തിങ്കളാഴ്ച എന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ നീ എവിടെയാണ് കിടക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഈ കേസ് ഞാൻ പരാതി കൊടുത്തത്. പരാതി കൊടുത്തിട്ട് ഞാൻ പരാതി കൊടുത്ത് ഞാൻ 26-ാം തീയതിയാണ് 26-ാം തീയതി ഓഗസ്റ്റ് അല്ല 26-ാം തീയതി ഓഗസ്റ്റ് മാസത്തിൽ ആ പരാതി ഞാൻ കൊണ്ടു കൊടുത്തു. 3-4 ദിവസമായിട്ടും എന്നെ പോലീസുകാരും വിളിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ റഫീഖ് വന്നിട്ടുണ്ട്, നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ദിവസം ഞാൻ തൃശ്ശൂർ പോയിരിക്കുന്നു. എൻ്റെ കുട്ടീനോട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പുറത്തായപ്പോൾ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്താണ് റഫീഖിനെ അവിടുന്ന് പറഞ്ഞു വിടുകയും പിന്നെ ഞാൻ ഈ കേസ് സ്ട്രോങ് ആക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് FIR എന്താ എഴുതിയെന്ന് 1-ാം തീയതി എപ്പോഴും ആണ്. അപ്പോൾ ഞാനിത് നിർബന്ധിച്ചൊരു കേസാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ അത് FIR എഴുതിയത്.
എന്നിട്ട് അതിനുശേഷം റഫീഖ് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് റഫീഖ് ഫേസ്ബുക്കിൽ ഇപ്പം ഞാൻ റഫീഖിന് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ അതിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു റഫീഖ് സുഖമായിട്ട് നടക്കുന്നുണ്ട്, അവൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, പിന്നെ അവന് ഈ ഇടയ്ക്ക് ഒരു പെണ്ണുമായിട്ട് പുതിയൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ പരിസരത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ അറിഞ്ഞു അങ്ങനെ ബൈക്കിൽ ഒരുത്തൻ എപ്പോഴും വരുന്നുണ്ട്. പിന്നെ റഫീഖിനെ ഞാൻ അവിടെ വെച്ച് കാണുക കൂടെ ചെയ്തു. അതൊരു രാത്രിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ റഫീഖിനെ അതിന് മുന്നേ വിളിക്കുകയുണ്ടായി, ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് മുന്നേ. അപ്പോൾ എനിക്കറിയാം ഈ സ്ത്രീയുടെ വീട്ടിൽ വന്ന് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ പോലീസുകാർക്കും കൊടുത്തിട്ടുണ്ട് റഫീഖിന് ഇന്ന സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, അവരുടെ ഫോണിലേക്ക് റഫീഖ് ഇപ്പോഴും വിളിച്ച് അറിയുന്നുണ്ടാവും ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അവരെ ഫോൺ മേടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ റഫീഖിനെ കുറിച്ച് അവരുടെ ഫോണിൽ നിന്ന് കിട്ടും, അവൻ ഏത് ലൊക്കേഷൻ ഏതില്ല ടവറില എന്നൊക്കെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞത് അവൻ്റെ ഫോൺ ഓഫാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ വേറെ ആൾക്കാർ വിളിച്ച് നോക്കുമ്പോഴൊക്കെ അതിൽ റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെ റഫീഖിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പം അതിൽ റഫീഖ് നല്ല എന്താ പറയുക ബോംബെ ദാതകളുമായി നല്ല സ്റ്റാർ ഹോട്ടലിൽ ചരിഞ്ഞിരുന്നിട്ട് ഒക്ടോബർ 18-ാം തീയതി അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഫീഖ് ഇപ്പോഴും ഇങ്ങനൊരു കേസ് കൊടുത്തിട്ടും പോലീസുകാർക്ക് റഫീഖിനെ പിടിക്കാൻ പായാണ്. റഫീഖ് അവിടെ സാധാരണ കൂളായിട്ട് സന്തോഷിച്ചിട്ട് അവൻ്റെ എല്ലാ സുഖങ്ങളും സൗകര്യത്തോടു കൂടി പഴയതുപോലെ തന്നെ അവിടെ ജീവിക്കുന്നു. ഞാൻ ഈ കേസ് കൊടുത്തതിന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടുമില്ല. റഫീഖ് എന്ന ഒരു വ്യക്തിനെ പിടിക്കാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടുമില്ല. എനിക്ക് ഈ കേസിൽ ഇതുവരെ ഇപ്പോൾ ഒരു ന്യായമായിട്ടൊന്നും കിട്ടിയിട്ടുമില്ല. ഒരു നമ്മളൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം ഇതാക്കാൻ പറ്റിയിട്ടുമില്ല. അതെനിക്ക് എങ്ങനെയും